തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഇന്ന് 3 ടൈപ്പ് വാൾ ഡെക്കോറാണ് ചെയ്യുന്നത്. ഈ 3 ടൈപ്പ് വാൾ ഡെക്കോർ ഉണ്ടാക്കിയിട്ടുള്ളത് 3 ഡിഫറെൻറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫോം ബോർഡിലാണ് ഉണ്ടാക്കുന്നത്. ഇതിലൊരു ബട്ടർഫ്ലൈ തീമാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു പേപ്പറിൽ ബട്ടർഫ്ലൈൻ്റെ ഷേപ്പ് വരച്ചെടുത്ത ശേഷം ഫോം ബോർഡിൻ്റെ മേലെ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ആദ്യം ഞാൻ പേപ്പർ കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ നോക്കി. പക്ഷെ അത് നടപടിയാവില്ല എന്ന് മനസ്സിലായാലും പേപ്പർ കട്ടറിനെ ലൈറ്റർ വെച്ച് ചൂടാക്കിയിട്ട് കട്ട് ചെയ്തു. അതായിരുന്നു കുറച്ചും കൂടി എളുപ്പം. പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു റെക്റ്റാങ്കിൾ കൂടെ കട്ട് ചെയ്ത് ഈ ബട്ടർഫ്ലൈൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വാൾ ഡെക്കോർ റെഡിയായി. പക്ഷേ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനത് പെയിൻറ്റും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിങ്ക് ഷെയ്ഡാണ് ഞാൻ അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫോം ബോർഡ് വെച്ചുണ്ടാക്കിയ വാൾ ഡെക്കോറിൻ്റെ ഔട്ട്പുട്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോം ബോർഡ് ഒട്ടിച്ചത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ്. അതിൻ്റെ മേലെ സാധനങ്ങൾ വെച്ച് കൊടുത്തപ്പോൾ ഇതുപോലെ ഇളകി വരാണ് ചെയ്തത്. ഇങ്ങനെ 2-3 പ്രാവശ്യം ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചു കൊടുത്തെങ്കിലും അതിൻ്റെ മേലെ സാധനങ്ങൾ വെക്കുന്ന സമയത്ത് അത് ഇളകി വരികയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാൾ ഡെക്കോർ ഫ്ലോപ്പായിരുന്നു. രണ്ടാമത്തെ വാൾ ഡെക്കോർ ഞാൻ ചെയ്തിട്ടുള്ളത് ആ ഒരു കാർഡ്ബോർഡ് പീസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു ഫ്ലവർ ഷേപ്പിലാണ് ഇതുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പേപ്പറിൽ ഫ്ലവർ കട്ട് ചെയ്തെടുത്ത ശേഷം കാർഡ്ബോർഡിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ നടുവിലായിട്ടൊരു സർക്കിൾ കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ ഒട്ടിച്ച പോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പെയിൻറ്റും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാൾ ഡെക്കോർ റെഡിയായി. ഞാനിവിടെ ബ്ലൂ ആൻഡ് വൈറ്റിൻ്റെ കോമ്പിനേഷനാണ് കൊടുക്കുന്നത്. നമ്മൾ വരച്ച സർക്കിളിൻ്റെ അകത്ത് വൈറ്റ് കളറും ബാക്കി ഭാഗത്ത് ഒരു പേസ്റ്റൽ ബ്ലൂ കളറുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ വാൾ ഡെക്കോറും കംപ്ലീറ്റായി. ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇത് വാളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അധികം വെയിറ്റുള്ള സാധനങ്ങൾ ഇതിൻ്റെ മേലെ വെക്കാത്തതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മൾ ഉണ്ടാക്കിയൊരു ഡെസ്ക് ഡെക്കോർ ആയിട്ടാണ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. ഒരു മിനി ബുദ്ധ സ്റ്റാച്യുവും കൂടെ അതിൻ്റോടൊപ്പം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വാൾ ഡെക്കോറിൻ്റെ ഔട്ട്പുട്ട്. മൂന്നാമത്തെ വാൾ ഡെക്കോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ബോർഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഈ ഒരു പേപ്പറിൻ്റെ ഷേപ്പിൽ 3 കാർഡ്ബോർഡ് പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ കേക്ക് ബോർഡിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയുള്ള മെയിൻ പണി ഇതിന് പെയിൻ്റ് അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ 3 കളറാണ് ഇതിൽ അടിച്ചു കൊടുക്കുന്നത്. ഗ്രീൻ, പിങ്ക് ആൻഡ് ബ്ലൂ. ഈ ഒരു 3 കളറിൻ്റെ പേസ്റ്റൽ ഷെയ്ഡ്സാണ് ഇതിൽ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പെയിൻ്റ് അടിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ വാൾ ഡെക്കോറും കംപ്ലീറ്റായി. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 ഡെക്കോറിൽ ഏത് ഡെക്കോറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പെയിൻ്റ് അടിച്ചിറങ്ങി കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ ഒരു 3 വാൾ ഡെക്കോറിന് ഞാൻ 2 കോട്ട് വീതം പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. 3 മിനി ബുദ്ധ സ്റ്റാച്ചു വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വാൾ ഡെക്കോർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട.